ഹായ് ഹലോ, ഇത് ആര്യാരുണാണ്. നീരു ആൻഡ് നൈറ്റൂസ് മാം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ഇങ്ങനെ പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഒന്നും ആയിട്ട് വരാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലി 2000 സബ്സ്ക്രൈബേഴ്സായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. കുറേ നാളായി കുട്ടികൾ പറയുന്നു, അമ്മ ഒരുപാട് ദിവസങ്ങളായി ഒന്നും ഉണ്ടാക്കുന്നില്ല വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം ഇന്ന് മുട്ട ഇരിപ്പുണ്ട്. എന്നാൽ മുട്ടക്കൂട്ടതയായിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് മുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇതാണ് ഐറ്റം കേട്ടോ. ഞാൻ നല്ല സോസൊക്കെ മുക്കി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. നല്ല ഒരു ക്രിഞ്ചി ഫീലാണ് പുറമേ നോക്കുമ്പോൾ. ഇത് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. കഴിക്കുമ്പം എന്താവും നമുക്ക് നോക്കാം. അകത്ത് നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ട് നല്ല ഒരു ജ്യൂസി ഫീലാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടത് ആദ്യം 4 മുട്ടയാണ്. മുട്ട ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ 2 മുട്ട ഞാൻ നന്നായിട്ട് അല്പം ഉപ്പും ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചേക്കുന്നത് അല്പം ഗോതമ്പ് പൊടിയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകുമാണ് കേട്ടോ. പിന്നെ ഒരു വലിയ സവോളയും ഞാൻ അതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ റസ്കിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതായാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള 4 മുട്ടയുണ്ടല്ലോ, അത്രയും മുട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. കുഞ്ഞു കുട്ടിപ്പട്ടാളമാണ് ഇത് ട്രൈ ചെയ്യുന്നതെങ്കിൽ കൈ മുറിയാതെ നോക്കണം കേട്ടോ. നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ മുറിയാൻ ചാൻസ് ഉണ്ട്, കുഞ്ഞു കുട്ടികളാണെങ്കിൽ. വലിയവരാണെങ്കിൽ പിന്നെ നമുക്കിതൊക്കെ ശ്രദ്ധയോടെ ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ 4 മുട്ടയും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എളുപ്പ പരിപാടിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല കേട്ടോ. ഇത് ഇത്രയും ചെയ്തൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ഒക്കെ നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇനി ഇതിലേക്ക് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. മല്ലിയിലയുടെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. എരിവുള്ള ചില്ലി പൗഡർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനാവശ്യത്തിനുള്ള നമ്മുടെ കൊറിയാണ്ടർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടേ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഗോതമ്പ് പൊടി യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടണം. ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കുക കേട്ടോ. അത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ ഈ മിശ്രിതം ഫുള്ള് ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പയ്യെ ഇത് ഓരോന്നൊന്ന് ബോൾസാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളും കൂടെ കൂടിക്കോ.
വീട്ടിൽ മുട്ട ഇരിപ്പുണ്ടെങ്കിൽ വേഗം എൻ്റെ ഒപ്പം കൂടിക്കോട്ടോ, വേഗം എടുത്ത് ബോയിൽ ചെയ്യാൻ വെച്ചോ. എന്നിട്ട് ഇത് ചട്ടപ്പെടാന്ന് കഴിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് എരിവ് യൂസ് ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ കൂടെ വല്ല സോസും ഒക്കെ ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി, പാത്രം കാലിയാവുന്നത് അറിയില്ല. അപ്പോൾ വേഗം മുട്ട എടുത്തുകൊണ്ട് പോരെ, ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു സമയം മതി, മുട്ട വേഗം വെന്ത് വരും കേട്ടോ. നേരത്തെയൊക്കെ വനിത നോക്കി കുക്ക് ചെയ്യുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയൊരു റെസിപ്പിയാണിത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പം ഇത് കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കാൻ മറക്കുന്നവർ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാൻ അത് മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ പോയാലോ? അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അച്ചുകുട്ടനും കൂടിയിട്ടാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ. അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലോ സിമ്മിലോ ഇടാൻ ശ്രദ്ധിക്കണം. കൂടിയിരിക്കാൻ പാടില്ല, ഇടുന്ന പാടെ കരിഞ്ഞു പോകും കേട്ടോ. ആ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ഫ്ലെയിം സിമ്മിലേക്ക് ആക്കുക, അല്ലെങ്കിൽ മീഡിയത്തിലിടുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നാക്കി ഇതിലേക്ക് പെറുക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് മൊരിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു ഷെയ്ഡൊക്കെ മാറുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ലൊരു സ്മെല്ലും വരും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. സവോളയൊക്കെ നമ്മൾ വഴറ്റിയിട്ടൊന്നും അല്ലല്ലോ ചേർത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കായി വരണമെങ്കിൽ ഇതുപോലെ പതുക്കെ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ മൊരിയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൊരിച്ചെടുക്കാൻ മറക്കുക വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു കണ്ണാപ്പയിൽ അതെല്ലാം കോരി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു അരിപ്പയിൽ ടിഷ്യൂ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് കോരി എടുക്കട്ടെ. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ഫുള്ള് ഞാൻ വറുത്ത് കോരി എടുത്തു. ഇനി നമുക്ക് അടുത്തത് പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അടുത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും കൂടി ഞാനിതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ എണ്ണയിൽ കൊള്ളാവുന്നത്, പാനിൽ കൊള്ളാവുന്നത് നമുക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടുന്ന സമയത്ത് കുഞ്ഞുമക്കൾ കൈയൊന്നും പൊള്ളിക്കാതെ ശ്രദ്ധിക്കണം. കറിയിൽ എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ ആദ്യം വറുത്ത് കോരി എടുത്തതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ ഞെക്കുമ്പോൾ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോൾസിൽ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനും അച്ചുമോനും കൂടി കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അച്ചുമോൻ എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുക. ഞാൻ എവിടെയാണോ അവിടെ ആയിരിക്കും അച്ചുമോൻ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എന്നെ പുന്നാരിപ്പിച്ച് വന്ന് ഇങ്ങനെ നിൽക്കും. കൂടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കാണാറുണ്ട്. ഇന്നിപ്പം വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആളിതിങ്ങനെ കണ്ട് രസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ പൊന്നൂസ് കിടന്ന് നല്ല ഉറക്കമാണ്. രാവിലെ സ്കൂളിൽ പോകാൻ ഒരുപാട് നേരത്തെ എണീക്കുന്നതുകൊണ്ട് ആൾക്ക് നല്ല ക്ഷീണമാണ് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചെറിയ ഊണൊക്കെ കഴിച്ചിട്ട് ആൾ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ പനി കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണവും കൂടി ഉണ്ട് കേട്ടോ ആൾക്ക്. നമുക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു. ആ ഒരു പനി വന്നിട്ട് ചുമ അങ്ങനെ ആർക്കും അങ്ങോട്ട് വിട്ട് മാറുന്നില്ല കേട്ടോ. ഒരു കപക്കോള് പോലെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഞാനും അച്ചുമോനും കൂടി ഇതെല്ലാം വറുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കൂടെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തേക്കുന്നത് സോസാണ്. ഇവിടെ കുട്ടികൾക്ക് സോസ് ഇഷ്ടമായതുകൊണ്ട് അത് കൂട്ടി അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും എടുത്ത് കഴിച്ച് കാണിച്ചു തരാം. ഇത് നല്ല പിടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇത് ഇതുപോലെ ഒരു സോസിൽ മുക്കിയെടുക്കുക. എന്നിട്ട് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്.
കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. ഇനി പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. കുഞ്ഞു മക്കൾക്കായാലും ഒന്നും ബേക്കറി ഒന്നും കൊടുക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.